എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സന്തോഷമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് സച്ചിൻ്റെ പിറന്നാളാണ് ഇന്ന്. പിന്നെ ഉള്ളത് എൻ്റെ അനിയത്തി ഇന്ന് വൈകിട്ട് വരും. കുറച്ച് ദിവസമായി വന്നിട്ട് UK-യിലായിരുന്നു. അപ്പോൾ ഇന്ന് വരും. ഇന്ന് രാത്രി ആകുമ്പത്തേനും ഇവിടെ എത്തും. അവിടുന്ന് പോന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഇന്ന് പിറന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സച്ചിൻ്റെ പിറന്നാളിന് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അവർ വരുമ്പോഴത്തേക്കും ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി വെക്കണം. പിന്നെ ഉള്ളിയെല്ലാം പൊളിച്ചിട്ട് അരിഞ്ഞു വെക്കണം. പായസം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ അത് രണ്ടുപേരും തിരക്കിട്ട് ഉള്ളി പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കനൊക്കെ മസാല തിരുമ്മിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അവർ വരുമ്പോഴത്തേന് പണി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഉള്ളി, ക്യാരറ്റ് അതും കൂടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അങ്ങനെ എല്ലാവരും എത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം വരുന്ന സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം കുറച്ച് തിരക്കായി പോയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴിത് എൻ്റെ അനിയത്തി എല്ലാം വന്നിട്ടുണ്ട്. ഇത് എൻ്റെ അനിയത്തി, ഇത് അനിയത്തിയുടെ ഹസ്ബൻഡ്. അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനുള്ള മസാലയൊക്കെ ആക്കുവാണേ. നോബിള് ഇളക്കി മടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് അനിയത്തി കയറിയിട്ട് ഇളക്കുന്നുണ്ടേ. ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ എണ്ണയിലേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായി വരട്ടെ. ഇവിടെ ഇതാ ഭയങ്കര തിക്കും തിരക്കുവാണേ. ഇതെൻ്റെ അമ്മയാണേ. ഇത് പോപ്പി ആണേ. പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തിളച്ച് വരട്ടെ. ഇത് ചേട്ടായിയുടെ ഏറ്റവും മൂത്ത ചേട്ടനാണ് കേട്ടോ. അവർ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കലില്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുത്തതും കൂടി ചോറ് കഴിക്കാൻ വന്നപ്പോഴത്തേന് അനിയത്തി അത് എൻ്റെ ഒപ്പം വന്നിരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടായി സംസാരിച്ചിരിക്കുന്നത് ചേട്ടായിയുടെ രണ്ടാമത്തെ ചേട്ടനാണ്. പായസമൊക്കെ ആയപ്പോഴേ തന്നെ പിള്ളേരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തില്ലെന്ന് പിന്നെയാണ് ഓർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തതാണേ. 100% അതിന് നമുക്ക് മേച്ചൂടിട്ടാൽ മാത്രം മതി. സ്റ്റവിൽ ചെയ്തുകൊണ്ട് വെള്ളം പറ്റാൻ കുറച്ച് ടൈം എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോഴിതാ ബിരിയാണി എല്ലാം റെഡിയായി. പിന്നെ ചർലാസും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്ക് മുറിക്കാം. കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു.
അപ്പോൾ പിറന്നാളിന് അവർക്ക് ആൻറ്റിയമ്മ കൊണ്ടു കൊടുത്തത് സ്മാർട്ട് വാച്ച് ആയിരുന്നു 2 പേർക്കും. അപ്പോഴാണെങ്കിൽ അവർ നേരത്തെ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് പൊട്ടിച്ച് നോക്കുന്നതാണ് കാണുന്നത്. എൻ്റെ അനിയത്തിനെ അവർ സച്ചു റിച്ചു ആൻറ്റിയമ്മ എന്നാണ് വിളിക്കുന്നത്.